ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് 2021 പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. തൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ വാഴിക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കം ഇടണം എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി 75 വയസ്സുകാരെ പുറത്താക്കി, 2 ടേമുള്ളവരെയൊക്കെ പുറത്താക്കി, റിയാസിന് വേണ്ടി വഴിയൊരുക്കി. എന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ മരുമകനായിട്ടുള്ള റിയാസിനെ വടക്കൻ കേരളത്തിലെ ഏറ്റവും ഉറപ്പുള്ള സീറ്റായിട്ടുള്ള ബേപ്പൂരിൽ നിന്ന് മത്സരിപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. വിജയിപ്പിച്ച റിയാസിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു. ഒരു ഉളുപ്പുമില്ലാതെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ മുഹമ്മദ് റിയാസിന് നൽകി. ഒന്ന് പൊതുമരാമത്തും ഒന്ന് ടൂറിസം വകുപ്പ്. തൊട്ടുപുറകെ മരുമകൻ മുഹമ്മദ് റിയാസിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും കൊണ്ടുവന്നു. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ 75 വയസ്സുകാരെ ഒഴിവാക്കിയതും ഈ പറഞ്ഞ പോലെ 2 ടേം ഉറപ്പിച്ചതും.